Hello guys, Namaskaram. Welcome back to the channel ComradeCA. This is your friend CA Amit on the channel ComradeCA. Okay, this video is in continuation to our series of most commonly asked questions by CA student. Before we start with today's video, the previous video that we did in the series was about should CA student necessarily take coaching. That was the first video. If you're here for the first time, go check out the first video, which is an interesting video. And if you like these kind of content, please subscribe to the channel ComradeCA and also do motivate by hitting a like button. So the interesting video that we are going to discuss today is about, is there any thumb rule that a CA student should study for 12 or 14 hours a day? നിങ്ങൾ ധാരാളം ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും. എൽഡർ അല്ലെങ്കിൽ മേ ബി സീനിയേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു എന്താ പറയുക ടിപ്പ് തന്നിട്ടുണ്ടാവും. ലൈക്ക് യു ഹാവ് സീൻ ഓർ ഒബ്സർവ്ഡ് ഓർ സം പീപ്പിൾ ഹാവ് സീൻ ഓർ ഒബ്സർവ്ഡ് ദാറ്റ് 12-14 മണിക്കൂറാണ് ഒരു CA സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് ഡെയിലി ബേസിസ് ടു ക്ലിയർ ദ CA എക്സാംസ്. ഹൗ ട്രൂ ഇസ് ദിസ്? ഇത്ര പഠിക്കേണ്ട ആവശ്യം ശരിക്കും ഉണ്ടോ? ചില ആൾക്കാർ ഇപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇവൻ തന്നെ ഇത്തിരി നേരം മണിക്കൂർ ഇരിക്കുന്നുണ്ട്, എന്നിട്ട് ഇവൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുകയാണ്, എന്താണ് ഇവൻ്റെ ഉത്തരം? നമുക്കൊന്ന് കാണണമല്ലോ. Really. So what is the real thought process, or what is the actual truth that should a CA student necessarily as a thumb rule should study for 12 or 14 hours a day? Let's check this out. വല്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുന്നേ ഈ ചോദ്യം എവിടെ നിന്നാണ് ശരിക്ക് ഉത്ഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് നോക്കാം. എവിടെ നിന്നാണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത്? പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു CA കോഴ്സിന് വരുന്നതിന് മുന്നേ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീനിയേഴ്സോ എൽഡേഴ്സോ നിങ്ങൾക്ക് ഇത് പറയുന്നുണ്ടാവും. മേ ബി അവർ കണ്ടിട്ടുണ്ടാവണം ലൈക്ക് എ CA സ്റ്റുഡൻറ് ഈസ് പുട്ടിങ് അപ്പ് സോ ആൻഡ് സോ അവേഴ്സ് ഇൻ എ സ്റ്റഡി. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു CA സ്റ്റുഡൻറ് ഇപ്പം കറന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേ ബി അവൻ അത്ര അവേഴ്സ് അവന് ഇടാൻ പറ്റുന്നില്ല. അവന് 2-3 മണിക്കൂർ പഠിക്കുമ്പോഴത്തേക്കും അവന് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും ഇത്രയും നേരം പഠിച്ചു കഴിഞ്ഞാലാണോ ഒരാൾ പ്രൊഡക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു ചോദ്യം വരുന്നത്. ശരിക്കും എന്നാലും the question that will come out is it really important, or do we have to study so much? അത്രമാത്രം പഠിക്കാനുണ്ടോ ഈ 12-14 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള? അതാണ് അവിടെ ഒരു ചോദ്യം. അപ്പൊ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. പഠിക്കാൻ എന്തായാലും കടലോരത്രയുണ്ട്, കുറെ കൂടുതലുണ്ട് പഠിക്കാൻ. പക്ഷേങ്കിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ when you start out initially, it is not possible to study at a stretch for 10 hours or whatever great number of hours that you wish to study at a stretch. ഇനീഷ്യലി അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുമ്പം മേ ബി 3 hours ഒരു 2 hours ഒരു 3 hours വരെ നമ്മൾ പതുക്കെ സ്ട്രെച്ച് ചെയ്യുക. എത്രയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് അതിന് കണക്കായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക ഇനീഷ്യലി. വൈ? ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് യുവർ എക്സാംസ് ആർ നോട്ട് നിയർ. എക്സാംസ് അടുത്തെത്തിയിട്ടില്ല അല്ലെ? അല്ലെങ്കിൽ എക്സാംസ് അടുത്തെത്തുമ്പോഴാണ് ഞങ്ങളെ ബ്രെയിൻ കുറച്ചും കൂടിയും അലേർട്ട് ആവുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്ട്രാക്ട് ആവാതെ ഞങ്ങൾ പഠിക്കുന്നത്. ബിക്കോസ് യു ഹാവ് ദി എക്സാംസ് വെരി നിയറിങ് ടു യു. അങ്ങനെ ആകുമ്പോഴാണ് കുറച്ചുകൂടി അലേർട്ട് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഐ എം നോട്ട് ട്രൈങ് ടു സേ ദാറ്റ് എക്സാംസ് അടുക്കുമ്പോഴാണ് പഠിക്കാൻ തുടങ്ങേണ്ടത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് 10-14 മണിക്കൂർ ഒരു കാര്യമില്ലാതെ ഫുൾ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു കോർണറിങ് അല്ല ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റഡി ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ് ഡ്യൂറേഷൻ ഹൗ എഫക്റ്റീവ്ലി യു ഹാവ് സ്റ്റഡീഡ് or how productively you have studied, that is important. Now suppose you study for 4 hours and you are distracted for known or unknown reasons. So it will not work. It will not work this way. You will have to study without any distraction in that 4 hours by challenging yourself,
by motivating yourself to be productive in that 4 hours. Now, if there is a simple answer, now how many hours you have to study? Then, if you are a CA student who is new, going to study or start your CA, your studies, or you are a CA student who is continuing with their study, has to do this analysis initially by segregating your whole CA syllabus into 3 parts. As first is your course completion time along with the revision. That is the first stage. Second part would be the mock test time, the testing time that you have to give after your study. That is the third. And the third part would be the pre-exam time. ഈ 3 പാർട്ടിലായിട്ട് CAയുടെ കംപ്ലീറ്റ് സിലബസ് അല്ലെങ്കിൽ ഡ്യൂറേഷനെ ബ്രേക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ 3 ടൈമിൽ ഞങ്ങൾക്ക് ടൈം അലോക്കേഷൻ ചെയ്ത് വെക്കണം. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര കഴിയണം, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര കഴിയണം എന്നുള്ളത്. അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി എത്ര ഡ്യൂറേഷൻ പഠിക്കണം അല്ലെങ്കിൽ ഇത്ര പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഞങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ let's divide the whole CS syllabus into 3 parts: course completion time, mock test time, pre-examination time. സിലബസ് എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ടോപ്പിക്സിനെ കുറിച്ചല്ല, ഇറ്റ്സ് ലൈക്ക് ദി എൻറ്റയർ സിലബസിന്റെ ഒരു ഡിസ്കഷൻ ആണ്. സോ എൻറ്റയർ സിലബസ് നമുക്ക് കോഴ്സ് കംപ്ലീഷൻ ടൈമിൽ അണ്ടറിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം ദ ടൈം ദാറ്റ് യു ഹാവ് പുട്ട് ഇൻ ടു സ്റ്റഡി, നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം എത്ര ടൈം ഇട്ടിട്ടുണ്ടാവും, അത്രയും എമൗണ്ട് ഓഫ് ടൈമാണ് ശരിക്കും നിങ്ങൾക്ക് റിവിഷനും ആവശ്യം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കും, ലൈക്ക് ഞാനിപ്പോൾ കൂടുതൽ ടൈം ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം ഞാൻ റിവിഷനും ഇടണോ എന്നുള്ളത്. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് ആദ്യത്തെ ഫുൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന്. അപ്പം ഇത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് മേ ബി ABC അനാലിസിസ് യൂസ് ചെയ്തിട്ട് ആദ്യം ഏത് പഠിക്കണം, പിന്നീട് ഏത് പഠിക്കണം, അവസാനം ഏത് പഠിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനത്തിൽ എത്താം. എന്നിട്ട് ഞങ്ങൾ എത്രയാണോ ടൈം ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അത്രയും എമൗണ്ട് ഓഫ് ടൈം നിങ്ങൾക്ക് റിവിഷനും ഇടണം. സോ കോഴ്സ് കംപ്ലീഷൻ ടൈമിൽ ഇനീഷ്യൽ സ്റ്റഡി ആസ് വെൽ ആസ് ദ റിവിഷൻ ടൈം നിങ്ങൾക്ക് കണ്ടെത്തണം. അതാണ് നിങ്ങളുടെ ടൈം. അഥവാ ഇത് രണ്ടും കഴിഞ്ഞില്ല, ദാറ്റ് മീൻസ് യു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് യുവർ കോഴ്സ്, യു ഹാവ് നോട്ട് ഡൺ ദ റിവിഷൻ. So it will be termed as you have not prepared enough. അടുത്തതായി മോക്ക് ടെസ്റ്റ് ടൈം. മോക്ക് ടെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനീഷ്യൽ പഠിത്തവും കഴിഞ്ഞു, ആദ്യത്തെ ഒരു റിവിഷനും കഴിഞ്ഞു. മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതുന്നുള്ള വാശി ഒരിക്കലും പിടിക്കരുത്. എന്തായാലും നിങ്ങൾ ആദ്യത്തെ റിവിഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുക. സോ മോക്ക് ടെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക്, മോക്ക് ടെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരും സെറ്റ് ചെയ്ത് തരുന്നതല്ല. ഞങ്ങൾ ആദ്യമേ നിങ്ങളുടെ എൻറ്റയർ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ട് കോഴ്സ് കംപ്ലീഷൻ ടൈം കണ്ടെത്തി അതിനകത്ത് നിങ്ങളുടെ പഠിത്തവും റിവിഷനും നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പീരീഡ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ആവുകയാണ് മോക്ക് ടെസ്റ്റ് ടൈം. മോക്ക് ടെസ്റ്റ് ടൈം നിങ്ങൾ ഡിസൈഡ് ചെയ്ത് വെക്കുക നിങ്ങൾ ഫുൾ ഡ്യൂറേഷനിൽ എപ്പോഴാണ് വേണ്ടതെന്നുള്ളത്. സോ വെൻ യു ഹാവ് സ്റ്റഡീഡ് ഇനീഷ്യലി, യു ഡിഡ് യുവർ ഡെയിലി റിവിഷൻ, നൗ ഇറ്റ് ഇസ് എ മോക്ക് ടെസ്റ്റ് ടൈം. ആ ഡ്യൂറേഷനിലാണ് നിങ്ങൾ 12 to 14 hours പഠിക്കുന്നത്. അതെന്തുകൊണ്ടാണ് 12 to 14 hours പഠിക്കുന്നത്? ബിക്കോസ് മോക്ക് ടെസ്റ്റ് ആദ്യം കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് നല്ല നിലവാരം ഞങ്ങൾ എവിടെയാണുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത്രയും കോഴ്സ് പ്രോപ്പറായിട്ട് ഇനിയും കംപ്ലീറ്റ്ലി അതിനെ മൾട്ടിപ്പിൾ റിവിഷനിലൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും 12 to 14 hours പഠിക്കണം ഡെയിലി അറ്റ് എ സ്ട്രെച്ച്. അപ്പോൾ കോഴ്സ് കംപ്ലീഷൻ ടൈമിൽ എത്രയായിരുന്നു പഠിക്കേണ്ടത്? അവിടെ ഒന്നും മെൻഷൻ ചെയ്തില്ലല്ലോ. യെസ്, കോഴ്സ് കംപ്ലീഷൻ ടൈമിൽ നിങ്ങൾ എൻറ്റയർ ഫസ്റ്റ് സ്റ്റഡി ആസ് വെൽ ആസ് യുവർ റിവിഷൻ ആണ്. നിങ്ങൾ ടൈം എടുത്ത് ഇനീഷ്യലി തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, യു ക്യാൻ ഗ്രാജുവലി ഇൻക്രീസ് യുവർ hours ഫ്രം 3 hours, then 4 hours, slowly till 6 hours നിങ്ങൾ കണ്ടിന്യൂസ്ലി പഠിക്കാൻ പറ്റുന്നുള്ള ഒരു രീതിക്ക് കൊണ്ടുവരും. എന്നാലാണ് ഞങ്ങളുടെ കോഴ്സ് കംപ്ലീഷനും ആൻഡ് റിവിഷനും കഴിയുക. So it's approximately these many hours. Okay, then when you reach the mock test time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ എക്സാം കൊടുക്കുന്നു എന്നുള്ള ഒരു ടൈം അല്ല. മോക്ക് ടെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ടു ensure that you have complete your study quickly. Now you are going to give your test. അതിനുശേഷമാണ് you are going to put 12 to 14 hours. Now
After you're studying for 12-14 hours and you're ready with the pre-exam time, എക്സാമിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളത്, ദാറ്റ് മീൻസ് ഈ മോക്ക് ടെസ്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ റിവിഷൻസ് ഇനിയും ആയിക്കഴിഞ്ഞു. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രീ എക്സാം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 20 days ബിഫോർ യുവർ എക്സാം ആയിരിക്കും അതാണ് ഈ പ്രീ എക്സാം ടൈം. ആ 20 days യു ആർ സ്റ്റഡിങ് ലൈക്ക് മോർ ദാൻ 16 hours in a day. 16 hours പഠിക്കേണ്ടി വരും. ആൻഡ് when you go for the 16 hours continuously, just last exam day ഒരു 7 ദിവസം മുന്നേ, just 7 days before your exam, your study duration has to be reduced and your sleep has to be increased so that your mind will be refreshed and you can score maximum marks by being alert and focusing totally on it. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് അനാലിസിസ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് നമ്പർ ഓഫ് വീഡിയോസ് ഉണ്ട് യൂട്യൂബ് ചാനൽ. അത് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ഹൗ മെനി hours ടു സ്റ്റഡി, എങ്ങനെയാണ് hours ഇരിക്കാൻ പറ്റുമോ, അത് കണ്ടിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല കാര്യങ്ങൾ. ബിക്കോസ് okay, might be some tips or can be given like പ്രൊമോട്ടോറോ ടെക്നിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പഠിക്കുക എന്നുള്ളത് ഉണ്ടാവും. പക്ഷെ ഒരു ഗോൾ, ഒരു വിഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കേണ്ടത്, ആ ഒരു പർപ്പസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത്രയും മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് hours യു സ്റ്റഡി ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് how effectively you study in those hours that is important. ഇനി ഞങ്ങൾക്ക് എല്ലാത്തെയും പോലെ ഈ ചോദ്യത്തിന് should we there is a thumb rule to study for 12 or 14 hours എന്നുള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണെന്നുള്ളതും പിന്നെ ഒരു ആവറേജ് പേഴ്സൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബിക്കോസ് ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു thumb rule എന്തായാലും ഇല്ല. ഒബ്വിയസ്ലി അവർ നേരത്തെ തന്നെ പഠിച്ചു കൊടുക്കും, അവർക്ക് നന്നായിട്ട് വിവരമുള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഫോർ സം പേഴ്സൺ ദേ സ്റ്റഡി ഫോർ 7 hours. പക്ഷേ എങ്കിൽ ചില ആൾക്കാർക്ക് 12 hours പഠിച്ചു കഴിഞ്ഞാൽ മേ ബി അത് സഫീഷ്യൻ്റ് ആവില്ല. ഓക്കെ, ദർ സ്ട്രാറ്റജി വാസ് ടു ഡിവൈഡ്. ദ സ്ട്രാറ്റജി എങ്ങനെയാണ് പോകുന്നത്? ടു ഡിവൈഡ് ദ അവൈലബിൾ syllabus with the days and months into number of revision they have to do for all of the subjects. ഓക്കെ, അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുക, എത്ര സബ്ജക്ട്സാണ് ഉള്ളത് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഹവേഴ്സ് നമ്മൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഫോർ ദ നമ്പർ ഓഫ് ഹവേഴ്സ് അവൈലബിൾ. ഓക്കെ, ടോട്ടൽ. ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് എത്ര റിവിഷൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതിനുശേഷം ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സബ്ജക്ട്സ് ആണ് നിങ്ങൾ ഒരു 7 ദിവസം, ഒരു ആഴ്ചയ്ക്ക് എത്രയാണ് നിങ്ങൾക്ക് സബ്ജക്ട്സ് ഉള്ളത് അതിന് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ് എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. Now we know the daily target. Now you would do automatically give the sufficient hours of study. അല്ലേ, ഒരു ഡെയിലി ടാർഗറ്റ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടു എൻഷുർ ദാറ്റ് ദ ടാർഗറ്റ് ഈസ് ഓൾവേസ് ചാലഞ്ചിങ് ആൻഡ് അച്ചീവബിൾ ഫോർ യു. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് ചാലഞ്ചിങ്ങും ആണോ ആൻഡ് ആസ് വെൽ ആസ് അച്ചീവബിളും ആണോ എന്നുള്ളത്, പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്തിട്ട് പോകണം. സോ ദാറ്റ് യു ക്യാൻ കോൺസ്റ്റൻ്റ്ലി റിവൈസ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ ആൻഡ് കീപ് ചാലഞ്ചിങ് യുവർ സെൽഫ് ആൻഡ് ഗെറ്റ് ദാറ്റ്. അപ്പോൾ അതാണ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ. സിംപ്ലി വാട്ട് എവർ ഏരിയ ഓഫ് സബ്ജക്റ്റ് യു ഹാവ് ടു സീ എത്ര നമ്പർ ഓഫ് മന്ത്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുള്ളത് ഫോർ ഇൻക്ലൂഡിങ് യുവർ റിവിഷൻ. അതിനെ ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ സാധനത്തിന് നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഫർദർ ഇൻറ്റു 7 days എത്രയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസത്തെ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ആ ടാർഗറ്റിനെ നിങ്ങൾ ഡെയിലി അവേഴ്സ് എത്ര അവേഴ്സ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പഠിക്കാനുള്ളത് മേ ബി 6 hours, 7 hours, 12 hours എത്രയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. Now, this was an expert opinion. Now, what is an average person's opinion? Okay, average person's opinion എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ്സ് ഷുഡ് നോട്ട് ബി ഫോംഡ് ഇൻ ടേംസ് ഓഫ് ഐ ഹാവ് ടു സ്റ്റഡി ഫോർ ഹൗ മെനി hours. ഇന്ന് ഞാൻ എത്ര മണിക്കൂർ പഠിക്കുന്നുള്ള ടാർഗറ്റ് അല്ല വെക്കേണ്ടത്. ബട്ട് ഇറ്റ് ഷുഡ് ബി ആസ് ഐ ഹാവ് ടു കംപ്ലീറ്റ് ദീസ് മെനി ചാപ്റ്റേഴ്സ് ടുഡേ. എനിക്ക് ഇത്ര ചാപ്റ്റേഴ്സ് ഇത്ര പഠിക്കണം എന്നുള്ളത് തീരുമാനിച്ചു വയ്ക്കുക. അങ്ങനത്തെ ടാർഗറ്റ് റിസൾട്ടാണ് ഒരു ഗ്രേറ്റർ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്ത് വരും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ടു കംപ്ലീറ്റ് യുവർ ടാർഗറ്റ്.
എൻ്റെ ഇത്ര പഠിച്ചു കഴിഞ്ഞു, ഓക്കെ ഇത്ര പഠിച്ചു കഴിഞ്ഞു, അതിനെ ടിക്ക് ചെയ്തു, ഇത്ര പഠിച്ചു കഴിഞ്ഞു, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കുറച്ചുകൂടി മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകും. അപ്പോൾ it is not the number of hours you must focus, but it should be the number of chapters that you will cover in today's day. And then you have to decide that you can study for 10 hours, you would be studying for that, the number of hours you have to study, you can decide on that. പക്ഷെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ, if you have decided to study directly that I will go for 10 hours today, initially I spent for 3 hours, then I am making 10 hours, then I will go for 12 hours. അങ്ങനെ ആകുമ്പോൾ you will be sitting maybe late night or maybe very early in the morning for the sake of sitting, for the sake of completing those hours ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുക, and it will result into less productivity. So always when you are preparing for these, എത്ര നമ്പർ ഓഫ് ഡ്യൂറേഷൻ ആണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, എപ്പോഴും അതിനകത്ത് ഒരു 5 to 8 ഡേയ്സിൻ്റെ എപ്പോഴും ഒരു ബഫർ കീപ്പ് ചെയ്യണം നിങ്ങളെ പ്ലാനിൽ. എന്തെങ്കിലും അർജൻസി സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഈ പ്ലാനിൽ നിങ്ങളൊരു ബഫർ ഡേയ്സ് ഇൻകൾക്കേറ്റ് ചെയ്യണം. സോ വിച്ച് മേ occur and can extend your plan of your study without creating any panic. ഒരു പാനിക്കും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഇൻ എ നട്ട്ഷെൽ നോക്കിക്കഴിഞ്ഞാൽ, രണ്ടുപേരുടെ ഒപ്പീനിയൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, എക്സ്പേർട്ട് ഒപ്പീനിയനും ആവറേജ് പേഴ്സൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇൻ എ നട്ട്ഷെൽ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു സ്റ്റഡി ഫോർ ലോങ് hours. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, ഓക്കെ യൂഷ്വലി ഐ ഹാവ് ഫൗണ്ട് CA സ്റ്റുഡൻറ്റ്, ഓക്കെ ഇറ്റ്സ് നോട്ട് എനി അതേഴ്സ് സെയിങ്, ബട്ട് I have seen CA student, or I have seen Amit, you also have been sitting for CA student for long hours. Yes, ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. മിസ്റ്റേക്ക് ഈസ് ഇൻ ദ സെൻസ്, ഇനീഷ്യലി 3-4 hours പഠിക്കാനുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. The analysis was not done properly, and then you didn't know what is the goal, where you are going towards. അപ്പം ടാർഗറ്റ് ഡയറക്ട്ലി ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഹവേഴ്സിൻ്റെ മുകളിലിരുന്നു. അപ്പോൾ ഇനീഷ്യലി നമ്പർ ഓഫ് ഹവേഴ്സ് ഇരിക്കാൻ പറ്റിയില്ല. ലേറ്റർ ഓൺ എക്സാം എടുത്തുകൊണ്ട് വന്നപ്പം I had to sit for long hours, more than 16 hours to complete it. And that term I had the big target to complete, and automatically I used to sit for 16 hours. But that used to be hilarious, and it was it was a disaster, because the sleep was less. You turn out to be less productive, and your efficiency or the productive hours out of all these hours will be only 20%, and you're wasting the time and energy. So this is what I have learned. So do you need to study for long hours? No, it is not mandatory to study for long hours. Okay, so we need breaks, we need relaxation, we need exercise, we need music, we need to dance. Whatever that relaxes you, you can do that. It will increase your effectiveness. Okay, and also do not sacrifice your sleep for 6 hours, which is minimum that is required to ensure you have a proper state of mind. Okay, അപ്പം ലാസ്റ്റ്ലി ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് hours that is important, but it is how in those duration you are studying effectively. That is important. Effectiveness of your study is important. So do not ask for timetables that how to study for long hours and all. Simply try to do the analysis, with the analysis that I have discussed and presented you with. Just do that analysis, that you will be able to figure out that how many hours you have to spend, and what is the capacity you have, and along with that you have to do certain adjustments, and you will get through. So you will get to know that how many hours you have to study, and that will be your productive hours, and count on that and keep marching ahead, and you will find your way. Thanks for watching this video. I hope that this video was very useful and relevant to you. And if you have liked this video, please spread it with your friends. Please share it with your friends, and circulate this video as much as possible, so that it reaches out to all the new students who are studying, or the students who are continuing to study, focusing on only number of hours. Just focus on the target that you have. The hours that you have to sit automatically will happen. You need not bother for that. Just take care of your health, and as I usually say, just
stay tuned for the next video. It would be about the number of hours you study and what are the productive hours. Let's have a discussion on that in our further video. So until then, this is Amit signing off. Stay healthy, stay motivated, and stay connected. Thanks a lot for watching this video, and please do subscribe and hit the like button so that I get motivated to continue with this series, and there are lots of videos that need to be brought up in this channel, ComradeCA. Thanks for watching, and do hit the like button and subscribe button. So that's all.